നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നത്തെക്കുറിച്ചാണ് കേട്ടോ. ഈ പണം കടം കൊടുക്കൽ അതത്ര നല്ല ഒരു രീതിയല്ല എന്നാ പറയുക. കാരണം നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ നമ്മുടെ ശത്രുക്കളാക്കി മാറ്റാനായിട്ട് ഇതിലും നല്ലൊരു സൂത്രം വേറെ ഇല്ല. അത്രയും എന്താ പറയുക, അപകടം പിടിച്ച ഒന്നാണ് ഈ പണം കടം കൊടുക്കൽ. അപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് കൃത്യസമയത്തിന് തിരികെ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നവരുണ്ട് കേട്ടോ, അങ്ങനെ കൊടുക്കാത്തവരും ഉണ്ട്. ആ സമയമൊക്കെ കഴിഞ്ഞാൽ കൊടുക്കാത്തവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ ഈ കൊടുത്ത ആളുകൾക്ക് അവരുടെ ഒരു ആവശ്യത്തിന് ആ ഒരു സമയത്തിന് അത് അവർക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടണില്ല. അപ്പോൾ എന്തുമാത്രം സങ്കടം ഉണ്ടായിരിക്കും ഇവർക്ക്. അപ്പോൾ ഈ സങ്കടമൊക്കെ ഇത് വാങ്ങിയവർക്ക് ദോഷകരമായിട്ടാണ് വരിക. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ആരെങ്കിലുമൊക്കെ പണം കടം വാങ്ങിയിട്ടുണ്ടോ, എത്രയും പെട്ടെന്ന് അതൊക്കെ തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ളവരിനൊക്കെ എനിക്ക് അറിയാട്ടോ, പേഴ്സണലായിട്ട് അറിയാം. കടം കൊടുത്തവരെ, അതുപോലെ വാങ്ങിയിട്ട് തിരികെ കൊടുക്കാത്തവരെ. ചിലർക്കൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്വന്തം പൈസ എന്നുള്ള രീതിയിൽ അവർ പെരുമാറുക. തിരികെ കൊടുക്കില്ല. പിന്നെ തെളിവുകളില്ലെങ്കിൽ ഒന്നും പറയും വേണ്ട. ഇപ്പോൾ 100 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ കടം കൊടുത്തിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അപ്പം നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ, ഒരു പാവം അമ്മയാണ് കേട്ടോ, ശരിക്കും ബുദ്ധിമുട്ടിപ്പോയി എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഈ അമ്മയ്ക്ക് ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടീനെ കണ്ടു. അവർ തമ്മിൽ സംസാരിച്ചു, അടുത്തു. അപ്പോൾ ഈ അമ്മയ്ക്കാണെങ്കിൽ ഈ അമ്മയുടെ മകൾ മരണപ്പെട്ടു പോയിട്ട് ആ ഒരു സങ്കടത്തിലിരിക്കുക. അപ്പോൾ ഈ കുട്ടി വന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അത് സ്വന്തം മകളെ പോലെ കണ്ടു കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും കാണുമ്പോൾ, സ്ഥിരമായിട്ട് ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണുന്നവരൊക്കെ ആണെങ്കിൽ ക്രമേണ ചെറുതായിട്ടൊന്ന് അടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ പെൺകുട്ടി അമ്മയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും സഹായമൊക്കെ ചോദിക്കും. അമ്മയ്ക്ക് ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് അമ്മ അത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം കരഞ്ഞിട്ട് ഓടി വരികയാണെന്ന് അമ്മയുടെ അടുത്തേക്ക്. അതായത് ഇപ്പോൾ പൈസ കയ്യിലില്ലെങ്കിൽ, എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ മരിക്കേണ്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ സങ്കടമൊക്കെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, അമ്മയ്ക്ക് സ്വന്തം മകളെ പോലെ കണ്ട, മരിച്ചു പോയ സ്ഥാനത്ത് ഒരു മകളായിട്ടാണ് കണ്ടിരുന്നത്. ഈ അമ്മ അവരെ സഹായിച്ചു. അതെങ്ങനെ ചെയ്തേ? പണം കടം കൊടുത്തത് ലക്ഷങ്ങളാണ് കേട്ടോ. ലോൺ എടുത്തിട്ട് കൊടുത്തു. പോരാത്തതിന് സ്വർണ്ണാഭരണങ്ങളും കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ വിധം മാറി. വാങ്ങാനായിട്ട് ചെന്നപ്പോഴേ അമ്മ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിയെന്ന്. പിന്നെ തെളിവുകളൊന്നുമില്ല. അപ്പോൾ എന്തായി? അവർ ശരിക്കും പറ്റിക്കപ്പെട്ടു. അപ്പോൾ നല്ല സങ്കടത്തോട് കൂടിയിട്ട് ഈ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി, ഇപ്പോൾ ഒരു കേസൊക്കെ ഉണ്ട്, കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും ബുദ്ധിമുട്ടിപ്പോയി. ഈ പൈസ കടം കൊടുത്തത് കൊണ്ട് അവർ ബുദ്ധിമോശമാണ് കാണിച്ചത്. അമ്മയ്ക്ക് അങ്ങനെ ഒരു യോഗം ഉണ്ടായിരിക്കും. പക്ഷെ ഇനി അത് തിരിച്ചു കിട്ടാൻ എന്താ ചെയ്യുക? എത്ര കാലം അതിൻ്റെ പുറകെ നടക്കണം? അപ്പോൾ അതൊക്കെ ശരിക്കും വിഷമകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ തിരിച്ചു കിട്ടാനായിട്ട് എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഇതെല്ലാം കലി ബാധിച്ച പൈസ എന്നാ പറയാം. ഈ കലി എവിടേക്ക് കയറിയിരിക്കുകയെന്നറിയും? ഇതുപോലെ പണത്തിൻ്റെ മുകളിൽ, സ്വർണത്തിൻ്റെ മുകളിലൊക്കെയാണ് കലി കയറിയിരിക്കുക. ഏറ്റവും പ്രധാനം പണമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടേതല്ലാതായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ, പ്രത്യേകിച്ച് പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വേഗം കൊടുത്ത് ഒഴിവാക്കുക. അത് കയ്യിൽ വെക്കരുത്. കാരണം എന്താണ്? അത് കലി ബാധിച്ച പൈസയാണ്. അപ്പോൾ ഇതേക്കുറിച്ച് ഇപ്പോൾ പണം കടം കൊടുക്കുന്നത് മാത്രമല്ല കേട്ടോ, ഇപ്പം എന്തെങ്കിലും നമ്മുടെ വസ്തുക്കൾ കാണാതെയൊക്കെ ആയി പോകും. നമ്മളിപ്പോൾ എവിടെ വെച്ചെന്ന് ഓർമ്മയുണ്ടായിരിക്കില്ല. അതങ്ങനെയാണ് പലർക്കും. അവ വെച്ച സാധനം ഓർമ്മ ഉണ്ടാവില്ല ഏതാ സ്ഥലം എന്നുള്ളത്. പിന്നെ വേറെ എന്തെങ്കിലും നോക്കുന്ന സമയത്തായിരിക്കും ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ ആ ഒരു കുറച്ച് നേരം നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷമമുണ്ടല്ലോ, ഇത് എവിടെയാണ് വെച്ചത് ഭഗവാനെന്ന് ആലോചിച്ചിട്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ വരുമ്പോൾ, അതേപോലെ ഇങ്ങനെ കൊടുത്ത പൈസ തിരികെ കിട്ടാതെ വരുമ്പോൾ എന്ത് വഴിപാടാണ് സമർപ്പിക്കേണ്ടത്? അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊരു 3 ആഴ്ച മുന്നേ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു. അന്ന് ഞാനും വിഷ്ണുവും കൂടെ ഒരു യാത്ര പോകുമായിരുന്നു. ആ സമയത്താണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വഴിപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ തന്നെ സബ്സ്ക്രൈബർ വിളിച്ചിട്ട് ആ ചേച്ചി എന്താ പറയണമെന്ന് അറിയോ? അവർ ഒരു സ്വർണ്ണമാലയാണ്, അത് എവിടെയോ കൊണ്ടുപോയി വെച്ചു. പക്ഷെ എവിടെയാണെന്ന് ഓർമ്മയില്ല. എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോയി വെക്കണം എല്ലാം അമ്മയ്ക്ക് അറിയാം. പക്ഷേ ഇത് മാത്രം തീരെ ഓർമ്മ കിട്ടണില്ല. അവർ സാധാരണ ബാങ്കിലൊക്കെ പോയിട്ട് വെക്കാറുണ്ട്. അവിടെ CCTV അടക്കം പരിശോധിച്ച് നോക്കി, അവിടെ ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇത് എവിടെയാണ് കിട്ടുക? കാരണം സ്വർണ്ണാഭരണം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ അതിൻ്റെ മൂല്യം ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത് വിഷമമായിട്ട് എന്ത് വഴിപാടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുക. ശരിക്കും ഞാൻ അതിശയിച്ചു പോയിട്ടോ. കാരണം അതേപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു അമ്മ വിളിച്ചത്. അപ്പോൾ നമ്മുടെ അടുത്തത് പറയണം എന്നുള്ള ഒരു നിയോഗമാണ്. അത് ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ ഭഗവതി അമ്മയുടെ ആ ഒരു അത് പറയിപ്പിക്കുകയാണ് നമ്മളെ കൊണ്ട്. അപ്പോൾ ഞാനത് അന്ന് പറയാതിരുന്നതേ, അതേക്കുറിച്ച് കുറച്ചും കൂടി ഒന്ന് വിശദമായി അറിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ആർക്കെങ്കിലും പണം കടം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരികെ കാലങ്ങളായിട്ട് കിട്ടാത്തതുണ്ടായിരിക്കും. തിരികെ കിട്ടാനായിട്ട് എന്ത് വഴിപാടാണ് ചെയ്യുക, അതേപോലെ കളഞ്ഞു പോയ വസ്തുക്കൾ നമ്മുടെ കൺമുന്നിൽ കാണാൻ വേണ്ടിയിട്ട് അത് നമുക്ക് തിരികെ കിട്ടാനായിട്ട് എന്ത് വഴിപാടാണ് ചെയ്യുക, അതേക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് നമുക്ക് അലങ്കാരം പറയാം. എന്നത്തെ പോലെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അലങ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ടേ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നാലമ്പലത്തിനകത്ത് ഒരു ഭക്ത കരഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പം ഇന്നലെ തൊഴാൻ പോയ സമയത്തെ വേറൊരു അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കേട്ടോ, ശരിക്കും എന്നെ ആ ഒരു സമയത്ത് ഗുരുവായൂരപ്പനാണ് അവിടെ എത്തിച്ചതെന്ന്. ഈ ഒരു അമ്മയുടെ സങ്കടം കാണാനായിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അങ്ങനെയുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്ന നിരവധി പേരുണ്ട്. മക്കളെ നഷ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിലൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നവർ. അപ്പം ഇന്നലത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സും കൂടെ നോക്കിയപ്പോഴാണ് കേട്ടോ അമ്മ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായത്. അതിൽ പലരും പറഞ്ഞിട്ടുണ്ട്, പലരുടെ വിയോഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സങ്കടങ്ങളിൽ നിന്നൊക്കെ കയറാനായിട്ട് ഭഗവാനെയാണ് ആശ്രയിച്ചത്. ഭഗവാന്റെ നാമം ചൊല്ലുക, ഭഗവാനെ വിളിക്കുക, ഭഗവാനെ സേവിക്കുക. അതിൽ നിന്നൊക്കെ ആ ഒരു വിഷമങ്ങളിൽ ഒരു പരിധി വരെ ആശ്വാസമേകാനായിട്ട് അവർക്ക് സാധിച്ചു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേക്കുറിച്ച് അറിയാത്തവരുണ്ടായിരിക്കും, എങ്ങനെയാണ് ഞാൻ ഈ സങ്കടങ്ങളെയൊക്കെ തരണം ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്, ഭഗവാനെ വിളിക്കൂ എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ പലർക്കും അതൊരു ആശ്വാസമായി എന്നും കൂടെ എനിക്ക് തോന്നിയിരുന്നു കേട്ടോ അതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ. അപ്പോൾ എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ഗുരുവായൂരപ്പനാണ് കൂടെ ഉള്ളത്. ഗുരുവായൂരപ്പനെ വിളിക്കുക, ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ മാറാത്ത യാതൊരുവിധ സങ്കടങ്ങളും ഇല്ല. അപ്പോൾ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അലങ്കാരത്തിലേക്ക് കിടക്കാട്ടോ. ഇന്നലെ നമ്മുടെ ഭഗവാനെ താമരയിലിരിക്കുന്ന ഒരു പൊന്നുണ്ണിയായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. താമരയൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. താമരയുടെ പൂവും അതിൻ്റെ തണ്ടും ആ വട്ടത്തിലുള്ള 2 ഇലകളും കൂടെ ചാർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലാണ് നമ്മുടെ ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഒരു കയ്യിൽ ഓടക്കുഴലുണ്ട്, ഒരു കയ്യിൽ വെണ്ണയാണ് പിടിച്ചിരിക്കുന്നത്. നല്ല സന്തോഷം കിട്ടും ഭഗവാന്റെ മുഖത്ത്. പിന്നെ പോരാത്തിന് ഇന്നലെ സോപാനന്ദോടിലും കൂടിയായിരുന്നു. അപ്പോൾ ഭഗവാനെ തൊട്ടടുത്ത് നിന്ന് കാണുക ആ ഒരു സന്തോഷത്തോടും കൂടിയിട്ടാണ് കേട്ടോ ഇന്നലെ തൊഴുതിട്ടുണ്ടായിരുന്നത്. 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു ഭഗവാന്. അതിൽ ആദ്യത്തേതും അവസാനത്തേതും ഒരേപോലത്തെയാണ്. 3 നിറങ്ങളുണ്ട്. അതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടം ഉണ്ട്. പിന്നെ നടുക്കുള്ളതിൽ നന്ദ്യാർവട്ടവും തെച്ചിയും കൂടിയിട്ടാണ് കോർത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ 2 ഉണ്ടമാലയുണ്ട്. ആദ്യത്തേത് തെച്ചിയും തുളസിയും കൂടിയിട്ടാണ്, അതിങ്ങനെ മാറി മാറി കോർത്തിട്ട്. രണ്ടാമത്തേതിൽ താമരയും തുളസിയാണ്. താമരയാണ് കൂടുതൽ കോർത്തിരിക്കുന്നത്, കുറച്ച് തുളസി, പിന്നെ താമര, അങ്ങനെയാണ് കോർത്തിരിക്കുന്നത്. താമരയുടെ ഇതളുകൾ. ഇതിന് നടുക്കാണ് നമ്മുടെ ഭഗവാൻ താമരപ്പൂവിൽ ഇങ്ങനെ നന്നായി വിടർന്ന് നിൽക്കുന്ന ഒരു താമരപ്പൂവാണ് കേട്ടോ. അതിൽ കയറിയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. നെറ്റിയിൽ ഗോപി തിലകൊക്കെ വെച്ചിട്ടുണ്ട്, കാതുപൂക്കളൊക്കെ ഉണ്ട്. നന്നായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ ഭഗവാൻ. കഴുത്തിലും ഒരു ഗോപി തിലകം വെച്ചിട്ട്. പിന്നെ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ഒക്കെ നന്നായി കാണാനും ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് നിന്നിട്ടല്ലേ കാണുന്നത്. ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴൽ പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിൽ വെണ്ണ ഉരുളിയും പിടിച്ചിട്ടിരിക്കുക. അരയിലേക്ക് കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പട്ടുകോണമൊക്കെ ഉണ്ട്. ആ കിങ്ങിണിയുടെ കുറച്ച് വീതിയുള്ള ഭാഗമൊക്കെ ഇങ്ങനെ മുന്നിൽ കാണാനുണ്ട്. കാൽപാദം ഒന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല കേട്ടോ. ഞാൻ കാണാനിട്ടാണ്, കാലിങ്ങനെ മടക്കി വെച്ചിട്ടാണ് ഇരിക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് കാലുണ്ട്, പക്ഷെ എനിക്കത് കാണാനായിട്ട് സാധിച്ചില്ല. ആ താമരയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതിൻ്റെ ആ വട്ടത്തിലുള്ള ഇലകളുമൊക്കെ ചാർത്തിയിട്ട്. അപ്പോൾ ഒരു താമരക്കണ്ണൻ അങ്ങനെ തന്നെ പറയാം. താമര പോലെ കണ്ണുള്ളവൻ എന്നും കൂടെ അർത്ഥമുണ്ട്. അതാണ് ശരിക്കും താമരക്കണ്ണൻ. പക്ഷെ താമരയിൽ ഇരിക്കുന്ന കണ്ണനെ നമ്മൾ താമരക്കണ്ണൻ എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു താമരക്കണ്ണനായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപമൊക്കെ നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഭഗവാന്റെ തൃപാദങ്ങളിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ താമരയിൽ ഇരിക്കുന്ന നമ്മുടെ പൊന്നുണ്ണിയെ തൊഴുത് നമസ്കരിച്ചിട്ട് ഗണപതിയെ തൊഴാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഗണപതിക്ക് ഒരു കസവ് മുണ്ടാണ് കേട്ടോ ഉടയാടയിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴുത്തിൽ ഒരു മാല ഇട്ടിട്ടുണ്ട്. അതിന് നേരത്തെ കുഞ്ഞു കുഞ്ഞു സ്വർണ്ണമണികൾ കോർത്തിട്ടുള്ള ഒരു മാലയാണ്. പിന്നെ അത് കൂടാതെ ഈ ശരീരത്തിന് ചുറ്റുമായിട്ട് സ്വർണ്ണ പൊട്ടുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊരു പൊട്ട് നെറ്റിയിലും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കിരീടത്തിൻ്റെ അവിടെയാണ് അലങ്കാരം. മുഖച്ചാർത്തൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നില്ല ഗണപതിയുടെ കാണാനായിട്ട്. കിരീടത്തിൻ്റെ അവിടുത്തെ അലങ്കാരം ഒരു പച്ച കല്ലുള്ളൊരു മാല ആദ്യം വെച്ചിട്ടുണ്ട്. പിന്നെ ചുവപ്പ് കല്ലുള്ളൊരു മാല വലിയൊരു കിരീടം പോലെയും വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നലെ ഗണപതിക്ക് അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു രൂപമൊക്കെ വളരെ ലളിതമായിട്ടുള്ള ഒരു അലങ്കാരമാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. ആ കസവും മുണ്ടൊക്കെ ചുറ്റിയിട്ടിരിക്കുന്നത് കാണാനായിട്ടേ. അപ്പോൾ ആ ഒരു രൂപമൊക്കെ എല്ലാവരും മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തുമുട്ടോളൂ കേട്ടോ.
ഇന്നായിരുന്നു നമ്മളെ ഭഗവതിനെ കാണാനായിട്ടാണ് പോകുന്നത്. ഭഗവതി നല്ല സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നത്, ഒരു പട്ടുപാവാടക്കാരി, ചെറിയൊരു ഭഗവതി അമ്മയാണ് കേട്ടോ. നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ട്. ചുവന്ന കുപ്പായും വെളുത്ത പാവാടയാണ് കേട്ടോ, പട്ടുപാവാടയായിട്ടിരിക്കണേ. അപ്പം ഈ അരയിൽ ഇങ്ങനെ കിങ്ങിണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ സ്വർണ്ണപ്പൂക്കൾ കൊണ്ടാണ് രണ്ട് കൈകളും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ കാലുകളിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നിൽക്കുകയാണ് ഭഗവതി അമ്മ. അപ്പോൾ ഈ ചുവന്ന കുപ്പായത്തിൻ്റെ അരികിലൊക്കെ വെളുത്ത നൂല് കൊണ്ട് ഇങ്ങനെ ബോർഡറൊക്കെ വെക്കുമല്ലോ, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. വെളുത്ത നിറത്തിലുള്ള വളകളൊക്കെ കയ്യിൽ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 മാലകൾ കഴുത്തിലുണ്ട്. ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് നല്ല സന്തോഷത്തോടു കൂടി ചിരിച്ചിട്ടാണ് ഭഗവതി അമ്മ നിൽക്കുന്നത്. നെറ്റിയിലും ചുവന്ന നിറത്തിലാണ് പൊട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. കാതിൽ പൂക്കളുണ്ട്, സ്വർണ്ണപ്പൂക്കൾ. കാതിന് മുകളിലായിട്ടും സ്വർണ്ണപ്പൂക്കളുണ്ട്. പിന്നെ കിരീടത്തിൻ്റെ അവിടെ ചുവപ്പും വെളുപ്പും കല്ലുകളുള്ള ചെറിയൊരു അലങ്കാരമുണ്ട്, ഒരു കിരീടം പോലെ വെച്ചിട്ട്. പിന്നെ അർദ്ധവൃത്താകൃതിയിൽ വേറെയും സ്വർണ്ണ നിറത്തിൽ ഒരു കിരീടം വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ചന്തത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു പട്ടുപാവാടക്കാരിയായിട്ടായിരുന്നു ഭഗവതി അമ്മയുടെ അലങ്കാരം. എല്ലാവരും ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട്, ആ കുഞ്ഞു കുട്ടിയുടെ ആ രൂപമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പനെ കാണാനായിട്ടുണ്ടോ എന്നിരിക്കുന്നത്. അയ്യപ്പൻ സർവാഭരണ വിഭൂഷിതനായിട്ട് നന്നായിട്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. നല്ല തിളക്കത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. നീലപ്പട്ടാണ് കേട്ടോ ചുറ്റിയിരിക്കുന്നത്. അയ്യപ്പൻ നീലപ്പട്ടാണെന്നല്ലോ പറയാ. അരയിൽ നീലപ്പട്ട് ചുറ്റിയിട്ട് പിന്നെ ഒരു കസവ് മുണ്ടും കൂടെ അരയിൽ ഇങ്ങനെ മുറുക്കെ ചുറ്റിയിട്ടുണ്ട്. 4 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴുത്ത് നിറയെ മാലകളായി. അപ്പോൾ നല്ല തിളക്കല്ലേ ഉണ്ടാവുക. പിന്നെ ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടാണ് കേട്ടോ അയ്യപ്പൻ ഇരിക്കുന്നത്. കാതുകളിലൊക്കെ സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ട്, പിന്നെ നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ടുണ്ട്, അതിന് മുകളിൽ ഒരു സ്വർണ്ണ പൂവുണ്ട് അതിനേക്കാൾ വലുത്. പിന്നെ ശിരസിലൊരു കിരീടം കൂടെ ചാർത്തിയിട്ട്, ആ കിരീടമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് നല്ല രസമുള്ള ഒരു കിരീടമാണ്, ചെറിയ കിരീടമാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ കിരീടത്തിൻ്റെ തിളക്കം, നെറ്റിയിലുള്ള പൊട്ടുകളുടെ തിളക്കം, കാതുപൂക്കളുടെ തിളക്കം, ആ മാലകളുടെ ഒക്കെ തിളക്കത്തിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അയ്യപ്പന്. സുന്ദരനായിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയൊക്കെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും അയ്യപ്പന് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ. അപ്പം ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കാട്ടോ. അതായത് കളഞ്ഞു പോയിട്ടുള്ള, കാണാതെ പോയിട്ടുള്ള വസ്തുക്കളൊക്കെ തിരികെ കിട്ടാനായിട്ട്, അതുപോലെ കടം കൊടുത്ത തുകയൊക്കെ തിരികെ കിട്ടാനായിട്ട് അതിനുള്ള വഴിപാടിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഭഗവതി അമ്മയ്ക്കുള്ള ഒരു വഴിപാടാണ്. ഗുരുവായൂരപ്പനുള്ളത് ഞാൻ അവസാനം പറയാം. ഇടത്തരികത്ത് കാവിൽ അമ്മയല്ല കേട്ടോ. നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് അടുത്തായിട്ട് നാരായണംകുളങ്ങര എന്ന് പറഞ്ഞിട്ട് ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടെ താഴത്തേക്കാവ് മേലേക്കാവൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. അവിടെയാണ് ഈ ഒരു വഴിപാടിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. പണ്ടുള്ളവരെ പഴമക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല, കേട്ടിട്ടുള്ള ഒരു വഴിപാടാണ്. താഴത്തേക്കാവിലുള്ള ഭഗവതിക്കാണ് ഈ ഒരു വഴിപാട് ചെയ്യാം. കൊട്ടും ചിരിയും എന്നാണ് പറയാം. അതായത് അവിടെ താഴത്തേക്കാവിലുള്ള അമ്മേനെ ചിരിച്ചുകൊട്ടിക്കാവിലെ അമ്മ എന്നാണ് വിളിക്കുകയെന്ന്. അപ്പോൾ അതായത് കൈകൊട്ടി ചിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നല്ല സന്തോഷത്തോട് കൂടിയിട്ട് കൈകൊട്ടി ചിരിക്കുന്നത് അവിടുത്തെ ഭഗവതിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിപാട് ചെയ്യുന്നത് ഇതേപോലെ കളഞ്ഞുപോയ വസ്തുക്കൾ കിട്ടാനായിട്ട്, കടം കൊടുത്ത പൈസയൊക്കെ തിരികെ കിട്ടാനായിട്ടെന്നാണ് പറയുക. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയോ? അപ്പോൾ ഷീട്ടാക്കിയിട്ട് ചെയ്യേണ്ട വഴിപാടൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വഴിപാട് ഷീട്ടാക്കും. അപ്പോൾ അവിടെ മേൽശാന്തി അങ്ങനെ ആരെങ്കിലുമൊക്കെയാണ് ആ വഴിപാട് ചെയ്യുക. അതേപോലെ ഇപ്പോൾ അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്വയം ചെയ്യേണ്ട വഴിപാടുകളാണല്ലോ. അങ്ങനെയുള്ള ഒരു വഴിപാടാണ്. അവിടെ പോയി കഴിഞ്ഞിട്ട് ഭഗവതി അമ്മേനെ നന്നായി പ്രാർത്ഥിച്ചിട്ട് കൈകൊട്ടി ഉറക്കെ ചിരിക്കുക. അതാണ് ആ വഴിപാട്. അത് അവിടുത്തെ ഭഗവതിക്ക് വലിയ ഇഷ്ടമാണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കും, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും എന്നുള്ളൊരു വിശ്വാസമാണ് കേട്ടോ. ഇത് സംഭവിച്ചിട്ട്, അതായത് ആളുകൾ ഭക്തർ ചെയ്തിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ഫലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വഴിപാട് നിങ്ങളുടെ അടുത്ത് പറയണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വിശ്വാസം ഇല്ലാത്തവരുണ്ടായിരിക്കും. ഇപ്പം ഇങ്ങനെ ഉറക്കെ ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ചോദിക്കും, തുറന്ന് ചോദിക്കും, ഭ്രാന്താണോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, ഇത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസമുള്ളവർ അത് ചെയ്യുക, അല്ലാത്തവർ അതേക്കുറിച്ച് മിണ്ടാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളെപ്പോഴും പഴയ കാലത്തുള്ളവർ, വയസ്സായവരൊക്കെ പറയുമ്പോൾ അതിനൊന്നും നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല എന്ന് പറയും. എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടായിരിക്കും. ഇതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മളിപ്പോൾ ഗുരുവായൂരപ്പനെ ഇന്ന വഴിപാട് ഇഷ്ടമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ ഇവിടെ ഭഗവതിക്കും ഇന്ന വഴിപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളത് ഭക്തിയോട് കൂടെ ചെയ്യുന്നു. അപ്പോൾ ഭക്തിയോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഫലം ലഭിക്കും. അപ്പോൾ അതിന് ചിരിച്ചുകൊട്ടിക്കാവിലമ്മ എന്നാണ് നാരായണംകുളങ്ങരയിലെ താഴത്തേക്കാവിലുള്ള ഭഗവതിനെ പറയുക. കൊട്ടും ചിരിയെന്നാണ് ആ ഒരു വഴിപാടിനെ പറയുന്നത് കേട്ടോ.
ഇനിയിപ്പോൾ ഈ ഒരു വഴിപാട് നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്യാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെയാണ് മമ്മിയൂർ ക്ഷേത്രത്തിലായി, നാരായണകുളങ്ങര ക്ഷേത്രത്തിലാണ് ഈ ഒരു വഴിപാടിനെ കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതേപോലെ താഴത്തേക്കാവുള്ള ക്ഷേത്രങ്ങൾ, ഭഗവതി ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവിടെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പേരിലായിരിക്കില്ല, ഈ രീതിയിലായിരിക്കില്ല, പക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇവിടുത്തെ ഗുരുവായൂരത്തെ കാര്യം മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ പരിചയമുള്ളവർ, അങ്ങനെ ഒരു വഴിപാടിനെ കുറിച്ച് അറിയുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനൊരു ക്ഷേത്രമുണ്ട്, അവിടെ താഴെക്കാവുണ്ട്, അവിടെ ഇങ്ങനെ ഒരു വഴിപാടുണ്ട്, അങ്ങനെ കാര്യസിദ്ധിക്കായിട്ടൊക്കെ ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുണ്ട്. അതല്ലാതെ ഇങ്ങനെയുള്ള ഇത് കളഞ്ഞു പോയത് കിട്ടാൻ, കടം കൊടുത്ത് കിട്ടാനൊക്കെ ആയിട്ടുള്ള വിശേഷപ്പെട്ട അങ്ങനെ സ്പെഷ്യൽ വഴിപാടുകളൊക്കെ ഉണ്ടാവില്ല, അധികം ഒന്ന് പറഞ്ഞു കേൾക്കാത്ത വഴിപാടുകൾ, അങ്ങനെയൊക്കെയുള്ളവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് ക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തവരുണ്ടായിരിക്കും. ഇത് വീട്ടിൽ തന്നെ ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? സാധാരണ ഇപ്പോൾ ഈ ചൊവ്വയും വെള്ളിയൊക്കെയാണല്ലോ ഭഗവതി അമ്മയ്ക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങൾ. അപ്പോൾ അത് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ട് 7-7:30 സമയത്ത് ഭഗവതിക്ക് ഒരു നേദ്യമൊക്കെ നമ്മളെ കൊണ്ട് ആകുന്നത് കേട്ടോ, വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് ഗുരുതിയൊക്കെ തയ്യാറാക്കാന്ന് പറയും. അത് സാധിക്കുന്നവരെ നമ്മളെ കൊണ്ട് പറ്റുമ്പോൾ ഗുരുതിയൊക്കെ തയ്യാറാക്കുന്നത് ഈ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും കൂടി ചേർത്തിട്ടാണ് ഗുരുതിയൊക്കെ കലക്കുക. അത് വെക്കുക, അതൊരു ചെറിയ പാത്രത്തിൽ വെക്കുക. അതൊക്കെ ഭഗവതിയുടെ നേദ്യം എന്നുള്ള സങ്കല്പമാണ്. പിന്നെ നമുക്ക് വല്ല പഴമോ അല്ലെങ്കിൽ മലരോ അവിലോ അല്ലെങ്കിൽ എന്തെങ്കിലും, ഇപ്പോൾ ലഡുവോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ കൊണ്ട് ആ ഒരു സമയത്ത് എടുക്കാനായിട്ട് സാധിക്കുന്നത് അതവിടെ കൊണ്ടുവച്ചിട്ട് ഭഗവതിനെ നന്നായിട്ട് പ്രാർത്ഥിക്കാം. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിയോ? നമ്മുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ള കുട്ടികൾ എല്ലാവരും വിളിച്ചു കൊണ്ടുവരിക. മുതിർന്നവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ വിളക്കിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഭഗവതിനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കൈകൊട്ടി ഉറക്കെ ചിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഒരാൾ ചിരിച്ചാൽ മതി, അവ മാലപ്പടക്കം പോലെ ബാക്കി എല്ലാവരും ചിരിച്ചോളും. ഇത് ഭഗവതിയമ്മയ്ക്ക് നല്ല ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പുറകിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, നമ്മളിതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും അന്വേഷിക്കേണ്ട, ഇതൊരു സങ്കല്പമാണ്. ഭക്തിയോട് കൂടിയിട്ട് പണ്ടുള്ളവർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പലർക്കും അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ട് അനുഭവമുള്ളവരുടെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് എനിക്കിത് പറഞ്ഞത് ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മയാണ്. ആ അമ്മയുടെ മുത്തശ്ശിയൊക്കെ ഇതുപോലെ അവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാണാതെയാകും. ഇത് എവിടെ വെച്ചെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവില്ല, എത്രയൊക്കെ തിരഞ്ഞു നോക്കിയാലും കിട്ടില്ല. അപ്പോൾ ഇതേപോലെ വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് എല്ലാ കുട്ടിപ്പട്ടാളെങ്കിലും വിളിച്ചിരുത്തിയിട്ട് ഈ കൊട്ടും ചിരി നടത്തത്രേ. അപ്പോൾ ഈ കളഞ്ഞു പോയ സാധനം ഉണ്ടല്ലോ, എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഓർമ്മയില്ലാത്ത സാധനം, ഇത് പെട്ടെന്ന് കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അതായത് നമുക്ക് അവിടേക്ക് നോക്കാനായിട്ട് തോന്നും. അങ്ങനെ വളരെ പെട്ടെന്ന് അത് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അനുഭവമുണ്ട്. അതിനെന്താ വേണ്ടത്? വിശ്വാസത്തോടു കൂടി ചെയ്യാന്നുള്ളതാണ് പ്രധാനം. വിശ്വസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും ഫലം ലഭിക്കും. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം, വീട്ടിലിരുന്നിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഭഗവതിയമ്മയ്ക്കുള്ള ഒരു വഴിപാടാണ്. ഇവിടെ വന്ന് ചെയ്യുകയാണെങ്കിൽ നാരായണകുളങ്ങര ക്ഷേത്രത്തിലാണ് ഈ ഒരു വഴിപാടുള്ളത്. അല്ലാത്ത പക്ഷം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ടും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യരുത് ഒരിക്കലും. എന്നാൽ പിന്നെ ഞങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ, അങ്ങനെയില്ല. നമ്മൾ വിശ്വാസത്തോട് കൂടിയിട്ട് ഭക്തിയോട് കൂടി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഫലം ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഭഗവതിയമ്മയ്ക്ക് ചെയ്യുന്ന വഴിപാട് കേട്ടോ, കൊട്ടും ചിരി എന്ന് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും എല്ലാവരും അതിൻ്റെ പോസിറ്റീവ് സെൻസിൽ എടുക്കുക, അതാണ് പറയാനായിട്ടുള്ളത്. വിമർശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മളിപ്പോൾ പഴയ കാലത്തുള്ളവർ നമ്മുടെ അടുത്ത് പറഞ്ഞു തരും, പഴയ തലമുറയിലുള്ളവർ പറഞ്ഞു തരുമ്പോൾ അവർക്കത് ഫലം കണ്ടതുകൊണ്ട് നമ്മളത് അടുത്ത തലമുറയിലേക്ക് ഷെയർ ചെയ്യുന്നു. അത്രയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും വിശ്വാസത്തോട് കൂടി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. കൊട്ടും ചിരിയും എന്ന് പറഞ്ഞിട്ടുള്ള വഴിപാട് ഭഗവതിയമ്മയ്ക്കുള്ളതാണ്. ഇനി ഗുരുവായൂരപ്പന് ഇതുപോലെ കളഞ്ഞുപോയ വസ്തുക്കൾ കിട്ടാനായിട്ട് അല്ലെങ്കിൽ കടം കൊടുത്ത് തിരികെ കിട്ടാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വഴിപാട് ഇല്ല കേട്ടോ. ഇപ്പോൾ വിവാഹം നടക്കാനായിട്ട് സ്വയംവരം ചെയ്താക്കുമല്ലോ, അപ്പോൾ അതേപോലെ കടം കൊടുത്തത് കിട്ടാനായിട്ട് എന്ന് പറഞ്ഞിട്ടൊരു വഴിപാടില്ല. ഇപ്പോൾ കാര്യസാധ്യത്തിനായിട്ട് നമുക്ക് കൃഷ്ണാട്ടം ചെയ്യാം. ഇത് ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച്, സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഏത് വഴിപാട് വേണമെങ്കിലും ഭഗവാനെ സമർപ്പിക്കാം. ഭഗവാനെ, ഇന്നാളെ എനിക്ക് ആ പൈസ തിരികെ തരികയാണെങ്കിൽ ഞാൻ നിനക്ക് 500 രൂപയ്ക്ക് പാൽപ്പായസം കഴിപ്പിച്ചോളാം എന്ന് പ്രാർത്ഥിക്കാം. അത് ചിലപ്പോൾ നമുക്ക് 250 രൂപയാകും കിട്ടാനുള്ളത്, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാം 500 രൂപയ്ക്ക് കഴിപ്പിക്കാമെന്നൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ ഭക്തരുടെ മനസ്സ് അങ്ങനെയാണ്. അപ്പം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യാം കേട്ടോ. അപ്പോൾ കളഞ്ഞു പോയത് കിട്ടാനായിട്ടാണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഭഗവാൻ ഇഷ്ടമുള്ള വഴിപാട് ഏതാണോ അത് നമുക്ക് ചെയ്യാം. അത് പ്രാർത്ഥനയോട് കൂടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഭക്തിയോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അത് കാണും, അല്ലെങ്കിൽ ഭഗവതിയമ്മ എന്ത് കാണും. നമുക്ക് അതിനുള്ള ഫലവും ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോകുക. അടുത്ത ദിവസം ഞാൻ ഇന്നത്തെയും കൂടെ എണ്ണയിട്ട് വരാട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഭഗവതിക്കാവുകളിൽ അല്ലെങ്കിൽ താഴത്തേക്കാവൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള വഴിപാടുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നവർ, നിങ്ങളുടെ തട്ടകത്തുള്ളവർ, അങ്ങനെ ഭഗവതിക്കാവുള്ളിടത്ത് താഴത്തേക്കാവുള്ളിടത്ത് അങ്ങനെ വല്ല സ്പെഷ്യൽ വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യത്തിനായിട്ട് ചെയ്യുന്ന വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ചുവടെയായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാലോ. അതൊക്കെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രദേശത്ത്
പ്രദേശത്തെ ആ ഒരു ഭഗവതീനെ എല്ലാവർക്കും പരിചയപ്പെടാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഇതൊക്കെ സാധിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ, അതിനെക്കുറിച്ച് അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വഴിപാട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. തീർച്ചയായിട്ടും വീടുകളിൽ ചെയ്യാട്ടോ. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഭക്തിയോട് കൂടിയിട്ട് വേണം ഭഗവതി അമ്മേനെ വിളിക്കാനായിട്ട്, അത്രയേ ഉള്ളൂ. ഇതിന് നോ പറയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. എന്തൊക്കെയാണിത്, അതായത് യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് കേട്ടോ. അത് പഴയ തലമുറയിലുള്ളവർ ചെയ്തു, അവർക്ക് ഫലം ഉണ്ടായി, അതുകൊണ്ട് അടുത്ത തലമുറയിലേക്ക് പറയുന്നു, അത്രയേ ഉള്ളൂ. വിശ്വാസത്തോടു കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങൾ, അലങ്കാരങ്ങൾ, അതേപോലെ സംശയങ്ങൾ ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.